വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു കസ്റ്റഡിയിൽ. 3.5 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണ്ടെത്തൽ വന്നിട്ടുള്ളത്. ടോം കുര്യാക്കോസ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ടോം, ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന സൂചനകൾ വരുന്നുണ്ട്. ഈ പ്രതിയിലേക്ക് പോലീസ് എങ്ങനെയാണ് എത്തിയത്? ആര്യ, കഴിഞ്ഞ ദിവസമാണ് ആലുവ മൂഴിക്കുളത്ത് 3.5 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഈ കേസുണ്ടായ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നൊരു കണക്കൂട്ടുണ്ടായിരുന്നു പോലീസ്. അതിനിടെയാണ് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടി 3.5 വയസ്സുള്ള ഈ പെൺകുട്ടി ലൈംഗികമായ ചൂഷണത്തിന് ഇരയായതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഇതേ തുടർന്നാണ്, അതായത് ഈ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധുവായ യുവാവിനെ പോലീസ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതെ, ടോമിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു കസ്റ്റഡിയിൽ എന്ന പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. 3.5 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് ഇരയായതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. ഇത് സംബന്ധിച്ച് ആണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പുത്തൻകുരിശ് സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, തുടരാം. ആര്യ, നിലവില് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അമ്മ മാത്രമായിരുന്നു കേസിലെ പ്രതി. അതായത് കൊലക്കേസിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമ്മ സിന്ധു ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിച്ചത്. ഇതേ തുടർന്ന് പുത്തൻകുരിശ് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഇതേ തുടർന്നാണ് കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള യുവാവിനെ പുത്തൻകുരിശ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ കൊലപാതകത്തിന് ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊലക്കേസിന് പുറമെ ഈ കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ മറ്റൊരു പോക്സോ കേസ് കൂടി പോലീസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും. ആ കേസിൽ ഈ പിതാവിന്റെ ബന്ധുവായ യുവാവ് എന്തായാലും പ്രതിയാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. പക്ഷെ ഈ കൊലപാതക കേസില്, കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസില് അമ്മയ്ക്ക് പുറമെ ഇയാൾക്കും ബന്ധമുണ്ടോ, ഇയാളുടെ അറിവോടുകൂടിയാണോ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന കാര്യം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. നിലവില് റിമാൻഡിലുള്ള പ്രതി സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അതെ ടോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ, അതും 3.5 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ അമ്മ മനഃപൂർവ്വം ഇത്തരത്തിൽ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളത്. അതിൽ ഇപ്പോൾ എന്തുകൊണ്ട് അമ്മ ഇത്തരത്തിലൊരു വലിയ കൊടും പാതകം ചെയ്തു എന്ന ചോദ്യം അവശേഷിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ ഈ ബന്ധുവിന്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ആ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും അമ്മ നൽകിയിരുന്നില്ലേ? ഈ അമ്മ ആദ്യ ദിവസങ്ങളിൽ, അതായത് ഈ സംഭവം നടന്ന് കുഞ്ഞിനെ കാണാതായി തുടക്കത്തിൽ തന്നെ അമ്മ നൽകിയ അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് കുഞ്ഞിനെ യാത്രക്കിടെ കുഞ്ഞിനെ കാണാതെ പോയി. അതിനുശേഷം പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് താൻ പുഴയെറിഞ്ഞ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന വിവരം ഈ അമ്മ തന്നെ പോലീസ് നൽകുന്നത്. ഇതേ തുടർന്ന് പോലീസ് 8 മണിക്കൂറോളം പുഴയിൽ തെരച്ചിൽ നടത്തി. അങ്ങനെയാണ് ചാലക്കുടി പുഴയിൽ നിന്നും ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലില് ഈ പ്രതി വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് നൽകിയത്. അങ്ങനെ ഈ പ്രതിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതി സൃഷ്ടിക്കാൻ ഈ പ്രതി തന്നെ ചില ശ്രമങ്ങൾ നടത്തി. പ്രതിയുടെ അമ്മ പറഞ്ഞതും ഇവർക്ക് ചില ബുദ്ധി വൈകല്യമുണ്ട് എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ പിതാവ് തന്നെ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക വൈകല്യങ്ങളും ഇല്ല എന്ന പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപാകെ നൽകുകയും ചെയ്തതാണ്. ഇതേ തുടർന്നാണ് പോലീസ് വിശദമായി ഈ പ്രതിയെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. കാരണം ഈ ഇത്തരം ഒരു ക്രൂരകൃത്യം നടത്തിയിട്ടും പ്രതിക്ക്, കുഞ്ഞിന്റെ അമ്മയ്ക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധവുമില്ല.
ഇവർ ജയിലില് സ്വാഭാവികമായ രീതിയിൽ ആളുകളോട് പെരുമാറുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവരെ കൃത്യമായും നിരീക്ഷിക്കുന്നത്. പക്ഷെ എന്തായാലും നാളെ തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ പ്രതിയെ, ഈ കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്, കൊലപ്പെടുത്താനുള്ള കാരണം എന്നെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. കാരണം നേരത്തെ തന്നെ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞ കാര്യമുണ്ട്. ഈ അമ്മ പലപ്പോഴും ഈ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു, മർദ്ദിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളോട് അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകിയിരുന്നു. പക്ഷെ ഈ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധുവിന് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഈ കുഞ്ഞിനെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം പുത്തൻകുരിശ് പോലീസ് ഇപ്പോൾ മണിക്കൂറുകളായി ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ, കാരണം ഉടൻ തന്നെ പോലീസ് എഫ്ഐആർ, ഒരു പോക്സോ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ എഫ്ഐആർ ആണ് പോലീസ് ഇടാൻ പോകുന്നത്, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഇതില് കൃത്യമായും എന്തൊക്കെയാണ്, എങ്ങനെയാണ് കുഞ്ഞ് ചൂഷണത്തിനിരയായത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്, കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞ് ലൈംഗികമായ ചൂഷണത്തിന് ഇരയായതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കും. അതാണോ കൊലപ്പെടുത്താനുള്ള കാരണം, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ, ഈ അമ്മയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. പോലീസ് വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. അതെ ടോം, ഈ കുഞ്ഞിന്റെ പിതാവ് സുഭാഷിന്റെ കുടുംബക്കാരെയും വീട്ടുകാരെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇവരുടെ മൂത്ത മകൻ 10 വയസ്സുകാരനെയും ഒക്കെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സുഭാഷോ മറ്റ് വീട്ടിലുള്ള കുടുംബാംഗങ്ങളോ മറ്റോ ഈ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള വ്യക്തിക്കെതിരെ എന്തെങ്കിലും സൂചനകളോ നിർണായകമായ വിവരങ്ങളോ കൈമാറിയതായി നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ പിതാവ്